അഫോർഡബിൾ ഫീസിൽ BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് BSc, BPT, അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു ക്യാമ്പസിലാണ് ഞാൻ നിൽക്കുന്നത്. മസൂദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. മാംഗ്ലൂർ ടൗണിനടുത്ത് തന്നെയുള്ളൊരു ക്യാമ്പസാണത്. പക്ഷേ ടൗണിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഞാൻ വന്നപ്പോൾ പക്ഷേ കുറച്ച് ലേറ്റായിപ്പോയി, കാരണം കുറേ കോളേജുകൾ നമ്മൾ പോയി റിവ്യൂസൊക്കെ എടുത്താണേ വരുന്നത്. അപ്പോൾ വന്നപ്പോൾ ഇത്തിരി ലേറ്റായിപ്പോയി. 4 മണി കഴിഞ്ഞുകൊണ്ട് സ്റ്റുഡൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. പക്ഷേ എനിക്ക് ക്യാമ്പസ് ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഫെസിലിറ്റീസും ക്യാമ്പസ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളിന്ന് വീണ്ടും മസൂദ് കോളേജിൽ തന്നെയാണ് വന്നേക്കുന്നത്. നമ്മൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ സ്റ്റുഡൻസ് എല്ലാം പോയി. നമുക്കൊരു കോളേജിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻസ് തന്നെ പറയണം. അതുകൊണ്ട് ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇവിടുത്തെ സ്റ്റുഡൻസിനോട് തന്നെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനാണ്. BSc നഴ്സിംഗ് സ്റ്റുഡൻസാ അല്ലേ? ഫസ്റ്റ് ഇയേഴ്സാ? എങ്ങനെയുണ്ട്? ഇഷ്ടമായോ കോളേജ് വന്നിട്ട്? കുഴപ്പമില്ല. ഓക്കെ, നിങ്ങളിപ്പം നിങ്ങൾക്ക് ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയോ? ഓക്കെ, നിങ്ങളിപ്പം എവിടെയാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടിയ? കനച്ചൂർ. ഇവിടെ ഏതൊക്കെ ഹോസ്പിറ്റൽസിലാണ് ഇവിടെ മെയിനായിട്ടും ക്ലിനിക്കൽ പോസ്റ്റിങ്ങിന് കൊണ്ടുപോകാറുള്ളത്? ഏനപ്പോയ, വെല്ലോക്ക്. ഓക്കെ, 3 ഹോസ്പിറ്റൽസും ആയിട്ടാ അല്ലേ? നിങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ ഓൾറെഡി പോസ്റ്റിംഗ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണോ നിങ്ങൾ? ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലല്ലല്ലോ ഹോസ്റ്റല്, പുറത്ത്. എങ്ങനെയാ അപ്പോൾ നിങ്ങൾ? ഹോസ്റ്റൽ എങ്ങനെയുണ്ട്? ഫുഡൊക്കെ ഫുഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്ര പ്രതീക്ഷിക്കുന്ന അത്ര കിട്ടത്തില്ല. അഡ്ജസ്റ്റ്മെന്റ് ആണ്. അഡ്ജസ്റ്റ് ചെയ്താൽ കുഴപ്പമില്ല അല്ലേ? നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത് നമ്മൾ കർണാടക വന്നിട്ട് കേരള ഫുഡ് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫാക്കൽറ്റീസ്, ക്ലാസ്സസ്, അതിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലോ? നന്നായിട്ട് എങ്ങനെ? ഇവിടുത്തെ ഒരു പാസ് പെർസെൻറ്റേജ് ഒക്കെ എങ്ങനെയുണ്ട് മസൂദിലെ? എൻ്റെ കസിൻ ചേച്ചി ഇവിടെ പഠിച്ചത് നല്ല പഠിപ്പാണ്, നല്ലതായിട്ട് പഠനം മുന്നോട്ട് കൊണ്ട് ഇപ്പം 4th ഇയർ കഴിഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് മോൻ ഇങ്ങോട്ട് വന്നത് അല്ലേ? ഓക്കെ, നിങ്ങളൊക്കെ നാട്ടിലെവിടെയാ? പത്തനംതിട്ട. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ സംസാരിച്ചത് ഫസ്റ്റ് ഇയേഴ്സിൻ്റെ അടുത്താണ്. ഞാനിനി സീനിയേഴ്സ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. അവരുടെ അടുത്താകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇവർ മസൂദിലെ BPT ബാച്ചിലർ സ്റ്റുഡൻസ് ആണ്. നിങ്ങൾ 3rd ഇയേഴ്സാ അല്ലേ? അതെ. ഓക്കെ, അപ്പം നിങ്ങൾ പഴയ ക്യാമ്പസിൽ നിന്ന് ഇപ്പം പുതിയ ക്യാമ്പസിലോട്ട് റീസെൻ്റ്ലി അല്ലേ വന്നത്? നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ആ ഒരു അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ക്യാമ്പസ് വൈസ് ആണ് മെയിനായിട്ട്. അവിടുത്തെ ക്യാമ്പസ് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ക്യാമ്പസ് കുറച്ചുകൂടെ വലുതായതുകൊണ്ട് നമുക്ക് ആ ഒരു ക്യാമ്പസ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യാൻ ഇവിടെ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ ഓക്കെ, ഇവിടുത്തെ ബാക്കി ഫെസിലിറ്റീസ് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ലാബ്സ്, ബാക്കി ക്ലാസ് റൂം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ഫെസിലിറ്റീസ് അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ലോണം ഫെസിലിറ്റീസ് ഉണ്ട്. കാരണം സെപ്പറേറ്റ് എല്ലാത്തിനും ലാബുകൾ, ക്ലാസ് റൂമുകളായാലും വലിയ വലിയ ക്ലാസ് റൂമുകൾ, അങ്ങനെ അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഫെസിലിറ്റീസ് ഇവിടെ വളരെ കൂടുതലാണ്. അപ്പം പിന്നെ നിങ്ങളുടെ ഈ ക്ലിനിക്കൽ പ്രാക്ടീസ് എവിടെയാ ഇപ്പം? ഇപ്പോൾ ഗവൺമെന്റ് വെൻലോക്ക് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത് അല്ലേ? പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയുമ്പോഴോ ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസിന്റെ ഒക്കെ ഒരു മലയാളീസ് ഉണ്ടോ? ഫാക്കൽറ്റീസ് ഒരു മലയാളി ഉണ്ട്, ബാക്കിയൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ വളരെ ഫ്രണ്ട്ലി ആണ്. മലയാളീസ് അല്ലെങ്കിൽ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലല്ലേ ക്ലാസ്സസ് ഒക്കെ വരുന്നത്, അല്ലെ ഇവിടുത്തെ ലാംഗ്വേജിലല്ലോ? അല്ല, മലയാളം കന്നഡ ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യാറില്ല. കമ്മ്യൂണിക്കേഷനും ക്ലാസ്സും ഫുള്ളും ഇംഗ്ലീഷിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്റ്റലിന്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? ഹോസ്റ്റൽ ക്യാമ്പസിന്റെ ഉള്ളിലല്ലോ, പുറത്തല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ കോളേജ് ബസ്സിലാ പോയി വരുന്നത്. നിങ്ങൾ 3 ഹോസ്റ്റലേഴ്സാ? അതെ. ഓക്കെ, എങ്ങനെയുണ്ട് ഹോസ്റ്റൽ? എങ്ങനെയുണ്ട് ഫുഡ്, ബാക്കി ഫെസിലിറ്റീസ്? റൂമിലൊക്കെ എത്ര കുട്ടികൾ വരുന്നുണ്ട്? ഒരു റൂമിൽ 4 ആൾക്കാരുണ്ട്. ഫെസിലിറ്റീസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ്. പിന്നെ മെസ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് മന്ത്ലി. അപ്പോൾ നമുക്ക് ഫുഡിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ടോ? അവൈലബിൾ ആണ്. മെസ് മീറ്റിംഗിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരള ഫുഡാണ് മെയിനായിട്ട്. കേരള ഫുഡ്. മലയാളീസ് ആണോ കൂടുതലും ഉള്ളത് ഹോസ്റ്റലില്? ഓക്കെ ഓക്കെ, നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ട്, കേരള ഫുഡ്. നോർത്ത് ഇന്ത്യൻസും ഉണ്ട്. അവരുടെ ഫുഡ് നമുക്ക് നമ്മുടെ ഫുഡ്. പിന്നെ അല്ലാതെ ഹോസ്റ്റലൊക്കെ സ്ട്രിക്റ്റ് ആണോ? ഹോസ്റ്റലൊക്കെ ഇല്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് പുറത്തോട്ടൊക്കെ പോവാം, ഔട്ടിങ്ങിനൊക്കെ പുറത്തൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, വാർഡനൊക്കെ ഉണ്ടോ ഹോസ്റ്റലിൽ?
ഓക്കെ, ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് വരാം. നിങ്ങൾക്ക് ഈ BPT കാർക്ക് BSc നഴ്സിംഗിന് അലൈഡുകാർക്കൊക്കെ ഒറ്റ ഹോസ്റ്റലാണ്. ഒറ്റ ഹോസ്റ്റൽ നമുക്ക് കോളേജിൽ 3 ഹോസ്റ്റലുണ്ട്. ഒന്ന് കൊട്ടാരച്ചോട്ടി, ഒന്ന് നന്ദൂറുണ്ട്, ഒന്ന് അടയാറുണ്ട്. അപ്പൊ നമ്മള് കുട്ടികളനുസരിച്ച് അവിടെ മൂന്നിടത്തൊക്കെ മിക്സ് ആട്ടാ. പക്ഷേ ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് ഇവിടുത്തെ ലാബുകളൊക്കെ നോക്കാം. ലാബുകൾ കുട്ടികൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഫെസിലിറ്റീസും ഇവിടെ ഉണ്ട്. നമ്മൾ ഓൾറെഡി റിവ്യൂ എടുത്തപ്പോൾ സ്റ്റുഡൻസ് പറഞ്ഞിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് ആണെങ്കിലും നല്ല രീതിയിൽ കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം മെഡിക്കൽ കോഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ ലാബുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മസൂദിൻ്റെ ഓൾഡ് ക്യാമ്പസ് ഞാൻ ഓൾറെഡി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇപ്പോൾ പുതിയ ക്യാമ്പസിൽ വന്ന സമയത്ത് ഒരു ഹ്യൂജ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓൾറെഡി സ്റ്റുഡൻസും അത് പറയുന്നുണ്ട്. ലാബ്സ് ആയിക്കോട്ടെ, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, ക്ലാസ് റൂംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്ക് നല്ലൊരു ക്യാമ്പസ് ലൈഫ് ഇവിടെ കിട്ടുന്നുണ്ട്. ഓൾറെഡി സീനിയേഴ്സ് നമ്മളോടത് പറയുന്നുണ്ട് റിവ്യൂസിൽ. പിന്നെ നമുക്ക് റിവ്യൂസ് എടുത്തപ്പം ഇപ്പം ഫസ്റ്റ് ഇയേഴ്സിൻ്റെയും അല്ലെങ്കിൽ സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് സ്റ്റുഡൻസിൻ്റെയൊക്കെ റിവ്യൂസ് എടുത്തപ്പോഴത്തേക്ക് ടീച്ചിങ്ങിൻ്റെ കാര്യത്തിലും ബാക്കി ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിലൊക്കെ കുട്ടികൾ ഓക്കെയാണ്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഒരു മിക്സഡ് ഒപ്പീനിയൻ കിട്ടിയത്. ഫസ്റ്റ് ഇയേഴ്സിന് ഫുഡ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നെന്ന് പറയുന്നു. സീനിയേഴ്സിന് ഫുഡ് ഇഷ്ടമായി എന്ന് പറയുന്നു. ചിലപ്പോൾ ഫസ്റ്റ് ഇയേഴ്സ് വന്നേലേ ഉള്ളൂ, അവർ അഡ്ജസ്റ്റ് ആയി വരുമായിരിക്കും. ഓക്കെ, എന്തായാലും എനിക്ക് ക്യാമ്പസ് ഇഷ്ടമായി. ഇത്രയും നേരം നമ്മൾ കോളേജ് മുഴുവൻ കണ്ടു, ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എല്ലാം റിവ്യൂസ് എടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ പ്രിൻസിപ്പലിനെയും ജനറൽ സെക്രട്ടറിയൊക്കെ കണ്ട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മൾ കുട്ടികളുടെയൊക്കെ റിവ്യൂസ് എടുത്തിട്ട് ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് മസൂദ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വീണ മാം ആണ്. മാമിനോട് നമുക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. ഹായ് മാം. Ma'am, can you explain about the facilities, placement and the clinical posting of this campus? Yeah, Masood College of Nursing is running Masood College of BSc Nursing course, and Masood School of Nursing is running GNM program. Okay. And we have under Masood College of Nursing also MSc Nursing program and post basic BSc Nursing program. So all the students who are trained here are well placed all over the world, and this college was started in the year 2004. Okay. And we have got students well placed all over the globe, that is in USA, UK, Ireland and different parts of the country. And we have got good facility, that good experienced faculty who are completed their post graduation, and they are been working with us since the beginning of our institution. And we have got excellent result because of my good experienced faculty who are training our students. Ma'am, there are so many students from Kerala, right ma'am? Yes, right. We have got from the beginning, from the year 2004 our college was started, 90% of the admissions are from Kerala. Okay, thank you ma'am. നമ്മൾ കഴിഞ്ഞ വർഷം മസൂദ് കോളേജിൻ്റെ ഓൾഡ് ക്യാമ്പസ് വന്ന് വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷം വന്നപ്പോൾ ഇത് ഇവരുടെ ന്യൂ ക്യാമ്പസ് ആണ്. അപ്പോൾ ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് മസൂദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ആരിഫ് മസൂദ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് സർ. Hello. Sir, I am very happy to see this campus. How's the facilities, sir? The facilities, we have upgraded everything as per the INC norms, and this new campus like we recently inaugurated in January, and as per what the INC has given, as per those norms, we have upgraded our institution. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നിട്ട് ക്യാമ്പസ് ഒക്കെ കണ്ടു. ക്യാമ്പസ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷേ ഇന്ന് നമ്മൾ വീണ്ടും വന്നത് സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് എടുക്കാനാണ്. സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് എടുത്തു, ഇവിടുത്തെ ഫാക്കൽറ്റീസുമായിട്ടൊക്കെ സംസാരിച്ചു. ഓവറോൾ നോക്കുവാണെങ്കിൽ ക്യാമ്പസ് കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ക്യാമ്പസാണ്. നല്ല ഫെസിലിറ്റീസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പുതിയ ക്യാമ്പസ് ആയതുകൊണ്ട് തന്നെ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലാബിൻ്റെ ഒക്കെ കാര്യത്തിലാണെങ്കിലും. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അലൈഡ് BPT കോഴ്സസ് ഒക്കെ പഠിക്കാൻ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് മസൂദ് കോളേജ്, ഇതിൻ്റെ ലൊക്കേഷൻ, ഇതിൻ്റെ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ക്യാമ്പസ് വൈസിനെ കോൺടാക്ട് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.